വാടക കുടിശ്ശിക മുഴുവൻ തീർത്ത് കിട്ടിയില്ലെങ്കിൽ 3-ാം ദിവസം രാവിലെ ഞാനിങ്ങ് വരും. ചട്ടിയും കലവും എല്ലാം വാരി ഞാൻ പുറത്തേക്കറിയും. പറഞ്ഞേക്കാം. പൈസ ഒരിടത്തുനിന്ന് മറിക്കാൻ പറ്റിയില്ല. ആ പിള്ളച്ചേട്ടൻ ഇങ്ങനെ കയറുന്ന പ്രശ്നം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചില്ല. അയാൾ പറഞ്ഞതൊക്കെ നമുക്ക് കേട്ടില്ലെന്ന് വെക്കാം. പണം കൊടുക്കാനുള്ളതുകൊണ്ടല്ലേ അയാൾ പറഞ്ഞത്. പക്ഷെ ഇനിയും പണം കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും. പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവാന്ന് വെച്ചാ അതിനും വേറെ പണം വേണ്ടേ? അമ്മ വിഷമിക്കാതെ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. ആദ്യം ആ വണ്ടി ഒന്ന് പണിത് കിട്ടട്ടെ. എന്തായാലും 2 ദിവസത്തെ അവധി തന്നിട്ടുണ്ടല്ലോ, അതിനകം എവിടുന്നേലും മറിച്ചു കൊടുക്കാം. വണ്ടി പണി കഴിഞ്ഞ് കിട്ടിയ രാത്രിയിലും കൂടി ഓടാന്ന് ഞാൻ വിചാരിക്കുന്നേ. അമ്മേ, എല്ലാം ശരിയാവും. ഞാനല്ലേ പറയുന്നേ, അമ്മ വിഷമിക്കാതെ. ഇത് അവസാനത്തെ അവധിയാ. 2 ദിവസം കൂടി ഞാൻ നോക്കും. വാടക കുടിശ്ശിക മുഴുവൻ തീർത്ത് കിട്ടിയില്ലെങ്കിൽ 3-ാം ദിവസം രാവിലെ ഞാനിങ്ങ് വരും. ചട്ടിയും കലവും എല്ലാം വാരി ഞാൻ പുറത്തേക്കറിയും. പറഞ്ഞേക്കാം. ഈശ്വര, എന്റെ അമ്മയും സഹോദരങ്ങളും ഇത്രയ്ക്ക് ദാരിദ്ര്യം നിറഞ്ഞൊരു ചുറ്റുപാടിലാണോ ഇക്കാലം അത്രയും ജീവിച്ചത്? എന്റെ അമ്മ ആ വീട്ടുടമസ്ഥനോട് എത്ര ദയനീയമായിട്ടാ സംസാരിച്ചത്. ഇങ്ങനൊരവസ്ഥയിൽ എനിക്ക് എന്റെ അമ്മയെ കാണേണ്ടി വന്നല്ലോ ദൈവമേ. എന്തു പറ്റി മോളെ? ആ വീട്ടിലേക്ക് പോകാൻ പോയിട്ട് മോളെന്താ അകത്തേക്ക് കയറായിരുന്നേ? അത് എനിക്ക് വീട് മാറിപ്പോയി ചേട്ടാ. ഞാൻ ഉദ്ദേശിച്ച വീട് അതല്ല. ഓ, അത് ശരി. കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ എന്റെ അർച്ചനെ തെരഞ്ഞുള്ള ഓട്ടത്തില. അവളെ അന്വേഷിച്ച് ഞാൻ ഈ ലോകം മുഴുവൻ തെരഞ്ഞു. ഇനി തിരയാൻ ഒരിടവും ബാക്കിയില്ല. ഒടുവിൽ ഞാൻ എന്റെ അർച്ചനെ കണ്ടെത്തിയത് സാറിന്റെ കൂടെയാണ്. എവിടെ വെച്ച് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചു. അത് ദൈവത്തിന്റെ തീരുമാനമായിരുന്നു. ഒരു ദാമ്പത്യ ജീവിതം ഇതുവരെ നിങ്ങൾക്ക് തുടങ്ങാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇനി അത് വൈകിക്കരുതെന്നാണ് എന്റെ അഭിപ്രായം. ഹലോ ഗൂഗിൾ. എടോ, താനിപ്പോ എവിടെ? ഓട്ടോയിലാണോ? അതെ, അമ്പലത്തിൽ നിന്ന് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഗൂഗിള് ഓഫീസിൽ തന്നെയല്ലേ? അല്ല, ഞാൻ വേറൊരു കാര്യത്തിന് പുറത്തേക്ക് ഇറങ്ങിയതാ. എടോ, ഞാൻ ഒരു കാര്യം ചോദിക്കാനാണ് വിളിച്ചത്. എന്താ ഗൂഗിൾ? ഞാൻ ഇന്ന് ഇത്തിരി നേരത്തെ വരാം. നമുക്ക് ഈവനിങ് ഒരു മൂവിക്ക് പോയല്ലോ? അത് പിന്നെ എന്താടോ, തനിക്ക് മൂവി കാണാൻ താല്പര്യമില്ലേ? ഇല്ലെങ്കിൽ വിട്ടേരെ. അതല്ല ഗൂഗിൾ, എനിക്ക് സിനിമ കാണാനുള്ളൊരു മൂഡില്ല. ഓക്കെ, എനിക്ക് പിന്നെ നമുക്ക് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാം. എന്തായാലും ഇന്ന് എനിക്കൊരു സർപ്രൈസ് ഉണ്ട്. പക്ഷേ എന്ത് സർപ്രൈസ്? അത് പറഞ്ഞ സർപ്രൈസ് പോയില്ലേ? ഈവനിങ്ങില് സർപ്രൈസ് കൈ കിട്ടുമ്പോ അറിഞ്ഞാ മതി അതെന്താണ്. അപ്പൊ ശരി, വൈകിട്ട് കാണാം. ശരി.
പ്രത്യേകിച്ച് സച്ചിയെ പോലൊരാള്. നഷ്ടപ്പെട്ടു പോയ ഭാര്യയെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷങ്ങളായി. ഇങ്ങനൊരു സാഹചര്യത്തില് സാർ അയാളെ കുറച്ചുകൂടി മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം. അയാളുടെ ഭാര്യ നഷ്ടപ്പെട്ടതിന് ഉത്തരവാദി ഞാനാ. ആരതി പ്ലീസ്, തന്നോടുള്ള താല്പര്യം കൊണ്ട് പറയേ, എനിക്കിനി അയാളെ കാണണ്ട. ഇനി അയാളെക്കുറിച്ച് ഒരക്ഷരം കേൾക്കാനും താല്പര്യമില്ല. സാർ, സച്ചിയുടെ ജീവിതം സാർ കരുതുന്നത് പോലെ അല്ല. സച്ചിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അടുത്ത് നിന്ന് മനസ്സിലാക്കിയ ഒരാളാ ഞാൻ. ദയവ് ചെയ്ത് സാർ സച്ചി ഒന്ന് കാണണം. ആരതി എന്തിനാണ് ആ മനുഷ്യനോട് ഇങ്ങനെ ശുപാർശ ചെയ്യുന്നത്? അയാളുടെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. എനിക്കതിൽ സഹതാപമുണ്ട്. എന്ന് വെച്ച് അയാൾ കാണിക്കുന്ന തെമ്മാടത്തിനങ്ങൾക്ക് മുഴുവൻ സപ്പോർട്ടുമായിട്ട് താൻ വരുന്നത് വലിയ കഷ്ടമാണ്. എടോ, അയാൾ കാരണം എനിക്കും എന്റെ കുടുംബത്തിനുണ്ടായിരിക്കുന്ന മനസമാനക്കേട് എത്രയാണെന്ന് തനിക്കറിയാവുന്നതല്ലേ? അയാൾ കാരണം ശിവയോട് ആശ്രമത്തിലെ പൂജ പോലും മുടങ്ങിയില്ലേ? സച്ചിയുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോ അതൊക്കെ എനിക്ക് വളരെ നിസ്സാരമായിട്ടാ തോന്നുന്നത് സാർ. സാറിനത് ബോധ്യപ്പെടണമെങ്കിൽ സച്ചിയോടൊന്ന് നേരിട്ട് സംസാരിക്കണം. സച്ചിയോടുള്ള ആരൊരു സെന്റിമെന്റ്സ് ഒക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ അയാളുടെ തെമ്മാടത്തിനങ്ങൾക്ക് ഇനി താൻ കൂട്ടു നിൽക്കരുത്. സോറി, ആർജർ പോലും എനിക്ക് മുഖം കറുത്ത് സംസാരിക്കേണ്ടി വരും. അത് സാരമില്ല സാർ. പക്ഷേ സച്ചി കാണിച്ചത് തെമ്മാടിത്തരമാണെന്ന് സാർ മുദ്ര കുത്തുന്നതിന് മുമ്പ് സാർ ചില കാര്യങ്ങൾ അറിഞ്ഞേ പറ്റൂ.